At the end of the day, trust is a very important thing. Now, trust in the government. Because you can't do nothing else. That is why. You have no option. Right? You've elected a government and the government does something and let time see how that thing goes. Okay, it's not for me to really change. So my job is motivation. I'm a motivator. I go there and motivate them and come back. അത് അവരിങ്ങനെ അവരുടെ കരിയറിൽ പോകുന്നു. യെസ്, ഐ ഹാഡ് എ ഡൈലമ. 2017-18 ഈ അഗ്നിവീർ വരുന്നവരെ ഞാൻ അവിടെ ചെല്ലുമ്പം I could speak in a certain way. I knew that everyone sitting there is going to serve for at least 15 years. ഷുവർ ആയിരുന്നു. അഗ്നിവീർ ഫസ്റ്റ് ബാച്ചിനെ പോയപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു എന്താ ഇവർ പിള്ളേർ പറയണ്ടേ, 4 വർഷമേ വരുള്ളൂ, 4 വർഷം കഴിഞ്ഞാൽ ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടാ, ഞാൻ എന്താ ചെയ്യണ്ടേ. അപ്പം ഞാൻ ഐ റിയലൈസ് വാട്ട് ആക്ച്വലി ദേ നീഡ് ടു ഡു ഇൻ ലൈഫ്. വാട്ട് ഇസ് ദാറ്റ്? ടേക്ക് ഇറ്റ് ഓൺ വിത്ത് എ ലോട്ട് മോർ ഫിലോസഫി. അല്ലാതെ പറ്റില്ല. സീ വാട്ട് യു ആർ ആക്ച്വലി ഗെറ്റിംഗ് ഔട്ട് ഓഫ് ഇറ്റ് റാദർ ദാൻ നോട്ട് ഗെറ്റിംഗ് വാട്ട് യു ആർ നോട്ട് ഗെറ്റിംഗ് ഔട്ട് ഓഫ് ഇറ്റ്. അവർക്ക് കിട്ടുന്ന 4 വർഷത്തെ ആ ഒരു ഇപ്പം കോർപ്പറേറ്റ് വേൾഡിൽ ഞങ്ങളുടെ ഷോർട്ട് സർവീസിൻ്റെ ആൾക്കാരെല്ലാം സെയിലേഴ്സ് എല്ലാം കോർപ്പറേറ്റ് വേൾഡിൽ പോകുന്നുണ്ട്. അവരെല്ലാം പറയുന്ന ഒരു ബേസിക് തീമുണ്ട്. ആം ഫോഴ്സിൽ നിന്ന് പുറത്ത് കോർപ്പറേറ്റ് വേൾഡിൽ പോയാൽ ഓൾമോസ്റ്റ് എല്ലാം യു നോ ബിക്കോസ് യു സീൻ ഒരു സിമ്പിൾ ഹൗ ടു മസ്റ്റർ 10 people and talk to them is also a thing. How to organize this meeting. There is a certain parameter, there are certain capabilities behind it. They get all kind of capabilities they get. അപ്പോൾ these Agniveers, if they serve for 4 years and they get, ഇന്ന് എനിക്ക് ലഞ്ച് തന്ന ഒരു പയ്യനാണ്, എനിക്ക് ലഞ്ച് തന്നപ്പോൾ അവന് ഭയങ്കര ചിരി വന്നു. मैं जो देखा है क्या, हाँ सर हम अग्निवीर बैच थे, आपका लेक्चर था, सुना था. മതി, വെരി നൈസ്. ഒന്നല്ലേ ഒരു കമഡോറിനെ കണ്ടപ്പോൾ, റിട്ടയർഡ് കമഡോറിനെ അവൻ ചിരിച്ചല്ലോ, അല്ലാതെ മുഖം തെഞ്ച് പോയില്ല. ദാറ്റ് ഷോസ് മോട്ടിവേഷൻ. പുറത്ത് വരുന്ന അഗ്നിവീർ ബാച്ച് അവരെന്താ അങ്ങനെ എന്തെങ്കിലും സ്റ്റഡി നടന്നിട്ടുണ്ടോ? അറിഞ്ഞൂടാ. ഐ എം നോട്ട് അവെയർ. Because well trained ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് യങ്സ്റ്റേഴ്സ് ആണ് പുറത്തേക്ക് വരുന്നത്. Yes. I mean they can do anything. Good or bad. They can do anything. ഇല്ല, ഐ ഡോണ്ട് നോ. ഐ എം നോട്ട് പ്രിവി ടു എ സ്റ്റഡി. നമ്മുടെ യൂട്യൂബ് ഓഡിയൻസിന് who may not be aware of എന്താണ് ഈ അഗ്നിവീർ, could you just break it down? Yeah, I'll tell you. Yeah, Agniveer scheme is something which was started about 2.5 years back. This is the 5th batch. Sorry, could you say that in Malayalam? ഒരു 2.5 വർഷം മുമ്പാണ് ഗവൺമെൻറ് അഗ്നിവീർ എന്നുള്ള സ്കീം കൊണ്ടുവന്നത്. അതിനെക്കുറിച്ച് എനിക്കറിയാവുന്നത്, അവർ 5 മാസത്തെ ട്രെയിനിങ് INS ചിൽക്കയിൽ പണ്ടും നടന്നിരുന്നത് പോലെ തന്നെ 5 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് അവർ നേവിയിൽ എല്ലായിടത്തും ഡിപ്ലോയിഡ് ആവുന്നു. അവർ 4 വർഷം സെർവ് ചെയ്യുന്നു. 4 വർഷം കഴിയുമ്പം അവർ റിട്ടയർ ചെയ്യുന്നു. ആ റിട്ടയർ ചെയ്യുമ്പം അവർക്കൊരു ലംസം എമൗണ്ട് കിട്ടുന്നു. അല്ലാതെ വേറെ പെൻഷൻ ബെനിഫിറ്റ്സോ അങ്ങനെ എക്സ് സർവീസ് ബെനിഫിറ്റ്സ് ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് 25% ആൾക്കാരെ അവർ തിരിച്ചെടുക്കുന്നു. ബാക്കി അവർ ഇപ്പം ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് അവർക്ക് പല വേറെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ചില പ്രിഫറൻസ് കൊടുക്കുമെന്ന്, അതൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ 25% തിരിച്ചു വരും. ഇതാണ് ഇപ്പോഴത്തെ അഗ്നിവീർ സ്കീം. ഇത് നമ്മുടെ സാധാരണ NDA ട്രെയിനിങ്ങും നേവൽ അക്കാഡമി ട്രെയിനിങ്ങിൻ്റെയും കൂടെ സൈമൾട്ടേനിയസ് ആയിട്ട് അതിനകത്തൊന്നും ബാച്ചസ് ഇല്ലേ? NDAയിലും നേവൽ അക്കാഡമിയിലും ഓഫീസർ ആവാനുള്ള ട്രെയിനിങ് ആണ്. റൈറ്റ്. സോ ബിഫോർ ദാറ്റ് ഈ ഒരു മിലിറ്ററി ആളാകാൻ വേണ്ടിയുള്ള ട്രെയിനിങ് വേറെ സെപ്പറേറ്റ് ഉണ്ട്? അല്ല, ഇതാണ് INS ചിൽക്കയിൽ നടക്കുന്നത്. ഇറ്റ്സ് കോൾഡ് ബൂട്ട് ക്യാമ്പ് ട്രെയിനിങ്. ദി ഇനിഷ്യൽ ഇസ് കോൾഡ് ബൂട്ട് ക്യാമ്പ്. സോ അവിടെ INS ചിൽക്ക is where everyone is brought together and taught how to be a military man. They taught how to march, how to talk, how to eat, how to speak, how to physically engage themselves and how to swim, basics about the navy. അതല്ലേ പഠിപ്പിക്കുന്നത്. അത് is got nothing to do with NDA and INA. നേവിയിലെ പറയണേ. മൂന്നിലും അഗ്നിവീർ. ഇത് പണ്ടത്തെ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്, പണ്ട് സെയിലേഴ്സിനെയും എയർമെൻനെയും സോൾജേഴ്സിനെയും റിക്രൂട്ട് ചെയ്തു. ഇപ്പം 3 സർവീസും അഗ്നിവീർസിനെ റിക്രൂട്ട് ചെയ്യും. പേര് മാറിയെന്നേ ഉള്ളൂ. റിക്രൂട്ട്മെൻറ്റ് ഇസ് ജസ്റ്റ് സെയിം തിങ് ആൻഡ് ദ കണ്ടീഷൻസ് ആർ ചേഞ്ച്ഡ്. പണ്ട് 15 വർഷം സർവീസ്, ഇപ്പം 4 വർഷം സർവീസ്. ഇറ്റ് ഈസ് ഈക്വലി ആപ്ലിക്കബിൾ ഫോർ ആർമി, നേവി, എയർഫോഴ്സ്. ഇവർക്ക് കയറി കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞ look for yeah, yes, further tests, promotion. അങ്ങനെ അവർക്ക് nothing, they are going out, they are retiring, gone, finished. 25% for തിരിച്ചു വരുന്നവർ അവർ നേവിയിലൊക്കെ വരുന്നത്, അവർ പിന്നെ പെർമനന്റ് ആയിട്ടാണ് വരുന്നത്. അവർക്ക് പിന്നെ അടുത്ത 15 വർഷം കിട്ടും. So it is not something that they choose. Navy will choose. best of Yeah, the Navy will choose based on the reports that been rendered on them.
പിന്നെ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ എനിക്ക് നേരത്തെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ഈ മാരിടൈം ഡോമിനൻസ് അവതാരിക പറഞ്ഞു, ഈ ആൻഡമാൻസിലും ലക്ഷദ്വീപിലൊക്കെ നമ്മുടെ ബേസസ് ഇപ്പോൾ ഡെവലപ്പ് ഉണ്ട്. ചെയ്യുന്നത് അത് ഈ പറഞ്ഞൊരു ഫ്യൂച്ചറിസ്റ്റിക് ഇസ് ഇറ്റ് ഗോയിങ് ഓൺ ദ റൈറ്റ് ട്രാക്ക്? അതെ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. യെസ്. സോ വേ വി ലുക്ക് അറ്റ് ബോത്ത് സൈഡ്സ്. യെസ്. ഈ വൾനറബിലിറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ. ദാറ്റ് ഇസ് ഗോയിങ് ഓൺ ട്രാക്ക്. പ്രശ്നമൊന്നുമില്ല. How many aircraft carriers do we ideally need? There are many theories. I would vote for minimum 3. So that because of the simple refit cycle. നമ്മുടെ തേർഡ് ഒരു വാട്ടർ ഫ്രണ്ടിന് ഓക്കെ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ കമാൻഡ് ഓക്കെ സോ സദേൺ ഒരു ഓഷ്യൻ വാട്ടേഴ്സ് അത് They will look after it. India is operationally divided into 2 only. There's a line that goes right through Sri Lanka. Everything west of that and east of that is what Western Command and Eastern Command does. Southern Command only does local training and local defense, LND money, local naval defense. Armed forces are being asked for proof of operations. Illegal, how many aircraft we lost. Angante questions are varunnu, like how do you view that? Is it pandam ingante undarna as a analytic perspective, or is it like really demoralizing for the? No, I don't think either moralized or demoralized. These are irrelevant things. It's irrelevant things. That is precisely why we continue emphasizing on you stay on your core job. Your job is to deliver ordnance on target at the right amount at the right time at the right place. End of story. What people speak about, nothing to do with you. Anybody asking questions, it's political. It's got nothing to do with you. So I don't think it's got any effect on the morale of the armed force or anything like that. Because in a press briefing, I forgot which officer, one of the senior officers said, it is because of such a circumstance that we are forced to come and give a brief to you like this during such a statement during the military that we have to, the top officers have to come and give a daily based briefing. Informing the country is very important. I feel we did it in a very organized manner at an appropriate level. You had the foreign secretary himself sitting there. What more can you expect? I think we did a proper job. See, it is the Crimean War from where where reporting starts. Embedded journalism starts from the Crimean War in the middle of the 1800s. And annu model war correspondence undu. But today war correspondent അന്ന് ഭാഗ്യത്തിന് war correspondent റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് വാർ കഴിയുമായിരുന്നു. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇന്നത് റിയൽ ടൈമാണ്. നമുക്ക് അറിയാം നമ്മുടെ 26/11 നമ്മളുടെ റിപ്പോർട്ട്സ്, ലൈവ് റിപ്പോർട്ട്സ് ഫ്രം ഔട്ട്സൈഡ് മീഡിയ റിപ്പോർട്ട്സ് ആർ ഗോയിങ് ടു പാകിസ്ഥാൻ. ദേ വർ ഗെറ്റിംഗ് ലൈവ് കവറേജ് ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. വെരി ഈസി ഫോർ ദം. അപ്പോൾ അത് എൻ്റെ റെസ്ട്രിക്ഷൻസ് കറക്റ്റ് ആയിട്ട് അത് വേണം. ഇന്ന് ഇക്കാലത്ത് ക്യാമറാസും ഈ ഡേറ്റ ട്രാൻസ്മിഷനൊക്കെ ഈസിയായ കാലത്ത് ഇറ്റ്സ് വെരി ടഫ്. വിതൗട്ട് റിയലൈസിങ് പീപ്പിൾ മൈറ്റ് ട്രാൻസ്മിറ്റ് ഡേഞ്ചറസ് തിങ്സ്. പക്ഷേ the country should be naturally taken into confidence, and a daily briefing shows a very mature country which says that look, we have done this today, and with adequate proof and all they were showing it. So I think that is a wonderful thing to do. തവണ സീസ് ഫയർ ഉണ്ടായപ്പോൾ കേട്ടൊരു ആർഗ്യുമെന്റ് 1971 ഇന്ദിരാഗാന്ധി ബാംഗ്ലാദേശ് ക്രിയേറ്റ് ചെയ്തതുപോലെ ഇന്ത്യ സീസ് ഫയറിന് പോവാതെ ബലൂചിസ്ഥാന് ഒരു സെപ്പറേറ്റ് കൺട്രി ആയിട്ട് അങ്ങനെ ഒരു ആർഗ്യുമെന്റ് വന്നിരുന്നു. ഫ്രം എ മിലിറ്ററി പെർസ്പെക്റ്റീവ് എങ്ങനെയാണ് അതിനെ കാണുന്നത്? പ്രത്യേകിച്ച് ഞാനൊന്നും കാണുന്നില്ല. അതൊരു സ്റ്റേറ്റ്മെന്റ് ദാറ്റ്സ് ഓൾ. സീ ബട്ട് നമ്മൾ ബംഗ്ലാദേശിനെ നമ്മൾ വിഭജിച്ചപ്പോൾ നമ്മൾ ബംഗ്ലാദേശിലുണ്ടായിരുന്നു. വിക്ടറി ഈസ് മെഷേർഡ് ബൈ ഫുട്ട് എന്നൊരു ആർമി സേയിങ് ഉണ്ട്. യു ഹേവ് ടു ഗോ ആൻഡ് സ്റ്റാൻഡ് ദെയർ. ബൈ ത്രോയിങ് സ്റ്റോൺസ് ഇൻ ടു എ പ്ലേസ് യു ഡോണ്ട് ഓൺ ദ പ്ലേസ്. യു ഹേവ് ടു ഗോ ആൻഡ് സ്റ്റാൻഡ് ദെയർ. And that's done by navies or armies. The occupied air forces can't do that. So അപ്പോൾ നമ്മൾ ബാലൂചിസ്ഥാനിലൊക്കെ പോയി അവിടെല്ലാം നമ്മൾ നിൽപ്പുണ്ടായിരുന്നു പറയാം എങ്കിൽ ബാലൂചിസ്ഥാൻ വേറെ ആവട്ടെ എന്ന്. ദൂരെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഗോട്ട് എനി വാല്യൂ. അത് പലപ്പോഴും പറഞ്ഞത് ഇന്നത്തേക്കാൾ ധൈര്യം അന്നത്തെ പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരുന്നു എന്നും അതുകൊണ്ടാണ് ബാംഗ്ലാദേശിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയതെന്നും ഇന്ന് അത് സാധിച്ചില്ല എന്നുള്ളൊരു പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു ആർഗ്യുമെന്റ് വന്നത്. ഞാൻ പൊളിറ്റീഷ്യൻ അല്ലാത്തതുകൊണ്ട് ഞാൻ അതിനൊന്നും പറയുന്നില്ല. Maybe you can answer. How much has war changed? പണ്ടത്തെ യുദ്ധവും conventional 70s ഇപ്പോൾ there are drones, iron domes, ICBMs, missiles. It has changed. How do you view that? Can you just elaborate on that?
അതിനൊരു പ്രാക്ടിക്കൽ ആൻസറും ഉണ്ട്, ഒരു ഇസോട്ടറിക് ആൻസറും ഉണ്ട്. പ്രാക്ടിക്കൽ ആൻസർ എന്ന് പറഞ്ഞാൽ നത്തിങ് മച്ച്, ടെക്നോളജി ഈസ് കമിൻ, സോ കില്ലിങ് ഹസ് ബിക്കം ഫാസ്റ്റർ, ഈസിയർ, വെപ്പൺസ് ഹവ് ഗോട്ട് സ്ട്രോങ്ങർ. ഡിസിഷൻ മേക്കിംഗ് എന്നൊരു സാധനം മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ മെഷീനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പല ഡിസിഷൻ മേക്കിങ്ങും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ട്രാൻസ്ഫർ ചെയ്യുന്നതിൻ്റെ ഇമ്പാക്റ്റ് നമുക്കിപ്പോൾ മനസ്സിലാവില്ല. ഇപ്പോൾ നമ്മൾ പറയുകയാണ് പണ്ട് റോക്കറ്റൊക്കെ പോകുമായിരുന്നു. റോക്കറ്റും എന്തായിരുന്നു? അത് ഡ്രോൺ തന്നെയായിരുന്നു. ആം ഡ്രോൺ, പണ്ട് പോയ റോക്കറ്റും ഒക്കെ അത് തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വിട്ട് ദൂരെ പോയ വേറൊരു ആയുധം അത് ഓട്ടോണമസ് അല്ലേ, വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പോയില്ലേ. അത് ഡ്രോൺ ആയാലും അത് അമ്പുമില്ലും ആയാലും വില്ലായാലും അമ്പായാലും സെയിം അല്ലേ. അപ്പം ദർ ഇസ് ഓൾവേസ് ബീൻ റിമോട്ട് ഫൈറ്റിംഗ് വിത്ത് ഹ്യൂമൻ നോട്ട് ബീങ് ഇൻവോൾവ്. ശരിക്ക് വാളെടുത്ത് വെട്ടുന്നത് മാത്രമാണ് ഡയറക്റ്റ് ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ്. ബാക്കിയെല്ലാം കുറച്ചൊരു ഓട്ടോണമിറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ ആ വെപ്പണിന്. അത് കൂടി വന്ന് ഇപ്പം നൗ ദർ ഇസ് ബിറ്റ് ഓഫ് എ ലോയിറ്ററിങ് വെപ്പൺ, ലോയിറ്ററിങ് ഡ്രോൺ വിത്ത് വെപ്പണൈസ്ഡ് വൺ. ഇറ്റ് ലോയിറ്റേഴ്സ്, സീസ്, ഡിസൈഡ്സ് ആൻഡ് ഗോസ് ഇൻ അറ്റാക്സ്. സോ ആ ഹ്യൂമൻസിൻ്റെ കുറച്ച് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് എനിക്ക് അറിഞ്ഞില്ല. കാര്യം കില്ലിങ് ഒരു what is that? There is a lot of difference in sitting in a place and killing someone in a distance where you don't see him, and when you actually see, when you're involved in it.